14 November 2024. ഫാക്ടറി പോയിട്ട് നല്ലൊരു ബെഡ്റൂം സെറ്റ് അടുപ്പിക്കണം, നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഒരു സെറ്റ് അടുപ്പിക്കണം. പിന്നെ അതുപോലെ ആ ലോഡ് അയക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഫ്യൂവൽ അടിക്കാനാണ്. പിന്നെ പെട്രോൾ അടിച്ചിട്ട് കമ്പനിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ച് നമ്മളെ വണ്ടി ഇതിവിടെ ലോഡായിട്ടുണ്ട്. നമ്മളെ ലോഡ് ഇവിടെ ഫുള്ള് സെറ്റായി കവറിട്ട് തർപ്പായിട്ട് വെച്ചിട്ടുണ്ട്. വണ്ടിൻ്റെ കപ്പിത്താനിതാ ഷംസീർ ഭായ്. വണ്ടി ഇതാ ലോഡ് പോയിരിക്കുന്നു. അല്ല, ഇനി ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ഫാക്ടറി പോയിട്ട് ബാക്കി ലോഡാക്കിയിട്ട് ഒരു പയ്യാവൂരും കൂത്തുപറമ്പെല്ലാം പോകുന്നതാണ്. നമുക്കും ഫാക്ടറിയിലേക്ക് തന്നെ പോവാം. നമ്മളെ വണ്ടി പോകുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടി അതിൻ്റെ ബാക്കിൽ ഞാനും വൻപോക്കെല്ലാം നല്ല ഷോട്ട് കിട്ടുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഫുൾ ലോഡായിട്ട് പോകുന്ന കാണാൻ സീന് ലുക്കാണ്. വിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥി and our new national highway, so damn good. അങ്ങനെ നമ്മൾ ഫാക്ടറിയിലേക്ക് എത്തി. പിന്നെ ഇനി പോയിട്ട് ആ സോഫ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ലോഡാക്കാനുള്ള പരിപാടി നോക്കാം. ഇതാണ് നമ്മളെ ഫാക്ടറി വരുന്നത്, വൈപ്പിരം കാങ്കോയിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറി. ഇവിടെ നിന്നാണ് ബോർഡിൻ്റെ ഐറ്റംസ് എല്ലാം ചെയ്യുന്നത്. അതുപോലെ സോഫ, പിന്നെ സെറാമിക് ടോപ്പ്, പിന്നെന്താ ചെയ്യുന്ന ഡൈനിങ് ചെയർസ്, ഡൈനിങ് ടേബിളൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. വണ്ടികളിലൂടെ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐറ്റംസ് എല്ലാം. ഇവിടെ ഒരു കിഡിലും വാർഡ്രോബ് ഉണ്ട്, 6 ഡോർ വരുന്ന ഫുൾ ആക്രിലിക് ബോർഡ് ചെയ്തിട്ടുള്ള ലോങ് ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ള ഏറ്റവും പുതിയതായി ഇറങ്ങിയൊരു വാർഡ്രോബ്. കൊള്ളാട്ടോ. ഇതാണ് നമുക്ക് പോകാനുള്ളൊരു സോഫ ഇന്ന് നമ്മൾ അയക്കുന്നത്. നൈസ് സോഫ, നല്ല ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഹബ്ബ് എന്ന് പറയുന്നൊരു മോഡലാണ്. നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു മോഡലായിരുന്നു. നൈസ് സോഫ അല്ലേ. പിന്നെ ഇവിടെ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു മോഡൽ ഇതാണ്. ഇത് നൈസാണ്, നല്ലോണം സെയിൽ ചെയ്യുന്നതാണ്. ഇത് മുമ്പ് ഉണ്ടായതാണ്, ഇപ്പം ട്രെൻഡ് ഔട്ടായി. ഇതെന്താണ് ലോക്കൽ സാധനം, ഇതുപോരാ. ബാക്കിയെല്ലാം ഏകദേശം നൈസ് സാധനങ്ങളാണ്. ഇവിടെയുള്ള ബെഡ്റൂമിൻ്റെ കളക്ഷനാണെന്ന് പെട്ടെന്ന് കാണിക്കാം. ഇതാണ് ഹാർമണി ബെഡ്റൂം, നല്ല ഹിറ്റായ ഒരു മോഡലാണ്. എൻ്റെ ഒരു റീൽ ഞാൻ മുമ്പ് ഇട്ടിരുന്നെന്ന് തോന്നുന്നു. പിന്നെയുള്ള പുതിയ ഇറങ്ങിയൊരു ബെഡ്റൂമാണിത്, നൈസ് ബെഡ്റൂമാണ്. പിന്നെ നമ്മളെ ഹോട്ട് സെല്ലർ, ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് സെല്ലിങ് ബെഡ്റൂം. പിന്നെ അതുപോലെ ഇത് മെനോർക്ക, ഇത് ഹൈ പ്രീമിയമാണ്. പിന്നെ ഹാർമണീൻ്റെ ബ്ലാക്ക് ഗ്ലോസി, ഇത് നല്ല സെറ്റാണ്. പക്ഷെ അതിനേക്കാളും മൂവിങ് വൈറ്റാണ്. പിന്നെ ഇത് ടിയാന വുഡ്, അല്ല ടിയാന ലൂമിന വുഡ് ഹാൻഡിൽ, ഇതും കുഴപ്പമില്ല. ഇത് 6 ഡോർ സെറ്റ്, പിന്നെ ആസിൻ്റെ ക്രിയേഷനാണ്, കൊള്ളാം. അടുത്ത പണിയിട്ട് ഗായ്സ് പോലെ ഒഴിവാക്കണം. പിന്നെ അടുത്ത പണിയിട്ട് ഇനി KCBൻ്റെ ആൾക്കാരിപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് പാൽത്തറയിലേക്ക് തന്നെ പോവാം, കമ്പനിയിലേക്ക്. പാടെത്തിയിട്ട് കാണാം, നല്ല വീഡിയോ കിട്ടുമെന്ന് നോക്കാം. ഓ, അതിനേക്കാൾ സൗണ്ടാണല്ലേ ഇനി. ഓ, എടുക്കത്തെ പോക്ക് കിട്ടുമായിരിക്കും. ആ, കിട്ടി. ഓ, കിട്ടില്ല ഷോട്ട്. നമ്മൾ KCBൻ്റെ കറണ്ട് കണക്ഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഏണി വാങ്ങണം. എനിക്ക് ഇവിടെ മുകളിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ഏണിൻ്റെ ആവശ്യമുണ്ട്. 2 ചേട്ടന്മാർ വന്നിട്ടുണ്ട്, വർക്ക് ഓൺ ഗോയിങ് ആണ്. ഈ കണക്ഷനും കൂടെ കിട്ടിയാൽ ഉള്ളിൽ നല്ല അടിപൊളി ലൈറ്റായി. ഏണി നമുക്ക് ബ്രിഡ്ജ് ഹോട്ടലിൽ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റ്. ഒരിക്കലും പരസ്യം ഇരിക്കട്ടെ, നല്ല ഫുഡാണ് ഇവിടെ. അങ്ങനെ KCBയിൽ ഒരു ചേട്ടനെയും കൂട്ടി ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റിൽ ഏണി എടുക്കാൻ വന്നതാണ്. ഇതാണ് ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റ് ഒരു ഭാഗം. നമ്മുടെ ഫാക്ടറിനെ മുട്ടിയിട്ടുള്ള ബിൽഡിംഗ് തന്നെയാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ ഏണി കിട്ടി. ഇപ്പം ഇതും കൂടെ വെച്ചാൽ ഇനി പെട്ടെന്ന് വർക്ക് നടക്കും. ഏണി അവർക്ക് ആ മുകളിലൊരു വയർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ബ്രിഡ്ജ് ഹോട്ടലിൽ തന്ന് സഹായിച്ചു, താങ്ക് യു ടു ദം. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്, ആവശ്യത്തിലധികം ഹൈറ്റ് ഉണ്ട്.
നോക്കാം. 3x ഒടുക്കത്തെ ക്വാളിറ്റിയാണ്. കൂടായാൽ പെർഫെക്റ്റ് ഷോട്ട് കിട്ടും. വയറിങ്ങനെ പോയി ആ പോസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത് കണക്ഷൻ. ഒരു ഉറുമ്പ് കരിങ്കണ്ണിനെ കൊണ്ടുപോകുന്നു. എന്ത് ഫാസ്റ്റിൽ അവർ നീങ്ങുന്നു. ടീം വർക്കിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ആൻഡ് ആർ വർക്ക് ഈസ് ഓൺ ഗോയിങ്. ഓഫ്, വെരി ബ്യൂട്ടിഫുൾ. വെയർ ഹൗസിൽ തന്നെയാണുള്ളത്. പോസ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഒരു അരമണിക്കൂറായി KCB-ക്കാർ വർക്ക് തുടങ്ങിയിട്ട്. പെട്ടെന്ന് തന്നെ തീർന്നാൽ ഫാക്ടറിയിലേക്ക് പോയിരുന്നു. അവിടെ കുറച്ച് പണിയുണ്ട്. ഒരു പുതിയ ബെഡ്റൂം സെറ്റ് അടുപ്പിക്കണം, പിന്നെ ഒരു റീൽ എടുക്കണം പുതിയ. നോക്കാം, പെട്ടെന്ന് തീരുമായിരിക്കും. അങ്ങനെ ഫൈനലി നമുക്ക് കറണ്ട് കിട്ടി. ഫുള്ള് ലൈറ്റെല്ലാം ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം അതിൻ്റെ വീഡിയോസും പിക്ചേഴ്സെല്ലാം എടുത്ത് ഫുള്ള് ഷെയർ ചെയ്യാം. ഓഫ്, ലൈറ്റ് വരുമ്പോൾ തന്നെ സാധനത്തിൻ്റെ ലുക്കേ മാറി. കിട്ടില്ല ലുക്കായി. ഇപ്പോൾ നമ്മളെ ലോഡ് ഏകദേശം ഇടായി. 3 സോഫ ആയിട്ടാ, മറ്റേ 2 ഡോർ കയറ്റിട്ടാ. 2 ഡോർ കയറിയില്ല, പക്ഷെ 3 സോഫ, ഒരു ബെഡ്റൂമും പിന്നെ ടീപ്പോയും പില്ലോസെല്ലാം കയറി. വണ്ടി ഇപ്പോൾ ഇവിടുന്ന് വിടും. നമുക്ക് നല്ലൊരു പണി കിട്ടി. ആന്ധ്രയിൽ കൊടുത്ത ഒരു സോഫൻ്റെ സിംഗിൾ സീറ്റ് ഡാമേജ് ആയിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ പ്രതീക്ഷിക്കാണ്ടൊരു പണി കിട്ടി. ഫുള്ള് പാക്ക് ചെയ്തിട്ടാണ് അയച്ചത്, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു പാക്കിങ് ഇളകിപ്പോയി. മറ്റൊരു സോഫ കൊണ്ടിട്ട് ഫുള്ള് കയറിപ്പോയി. അപ്പോൾ ആ സിംഗിൾ സീറ്റ് ഒന്ന് ഡാമേജ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് VRL കൊടുത്തേക്കണം. ഈ ഒരു സിംഗിൾ സീറ്റിൻ്റെ ഈ ഒരു ചെറിയ ഡാമേജാണ് വന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിരുന്ന ഒരു പിന്നെ ബുഷ് കൊണ്ടിട്ടാണ് ഒരു ഡാമേജ് പറ്റിയത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കിയിട്ട് VRL അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഡാമേജ് വന്നാൽ എന്ത് ചെയ്യുമെന്ന് കസ്റ്റമർ ചോദിക്കലുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഗ്യാരണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അടുത്ത ഫാക്ടറിയിലേക്ക് പോവാണ്. പിന്നെ ഇനി ഇവിടെ പോയിട്ട് ബെഡ്റൂം സെറ്റ് അടുപ്പിക്കണം, പുതിയൊരു മോഡലിൽ ഒരു കിഡിലൻ സാധനം. അത് അടിച്ചിട്ട് അവിടെ ആയി എന്ന് തോന്നുന്നു. നാസിനോട് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് പോയി നോക്കാം. ഇതാണ് അടുത്ത ഫാക്ടറി. ഇവിടെ നിന്നാണ് മാർബിൾ ടോപ്പെല്ലാം ചെയ്യുന്നത്. ഇതുപോലുള്ള മാർബിൾ അല്ല, ആക്ച്വലി സെറാമിക്കാണ് മെറ്റീരിയൽ. സെറാമിക് ടോപ്പൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നല്ല നോയ്സായിരിക്കും. അവിടെ നിന്നാണ് അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നത്. 45 ഡിഗ്രിയിലും സിംഗിൾ തിക്നെസ്സിലും പിന്നെ അതുപോലെ ഡബിളിലൊക്കെ ചെയ്യുന്നതാണ്. ഇതാരാണ് ഇവിടെ ഒരു കലാകാരൻ, അഭിലാഷായിരിക്കും. ഇവിടെ നിന്നൊക്കെയാണ് നമ്മളെ വർക്ക് സെറാമിക്കിൻ്റെ ഒക്കെ നടക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂം സെറ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ആക്ഷൻ ടെസ്റ്റിൻ്റെ ബോർഡെല്ലാം ഉള്ളത്. പ്രീമിയം ആക്ഷൻ ടെസ്റ്റിൻ്റെ ബോർഡിലാണ് കൂടുതലും ചെയ്യുന്നത്. 2-3 TV സ്റ്റാൻഡിൻ്റെ മോഡലുണ്ട്, വാർഡ്രോബുകളുണ്ട്, പിന്നെ ഇത് ഒരുപാട് സൈഡ് ബോക്സുകൾ, പിന്നെ ഡ്രസ്സിങ് ടേബിളുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ ബെഡ്റൂം അവിടെ ഉള്ളിലായിരിക്കും ഉണ്ടാവല്. ഇവിടെ ഒരുപാട് 3 ഡോർ വാർഡ്രോബുകളുണ്ട്, വാൾനട്ട് കളറിലും അതുപോലെ തേക്ക് കളറിലും. ഇതാ നമ്മളെ ബെഡ്റൂമിൻ്റെ 4 ഡോറാണ് ഇത് വാർഡ്രോബ്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, വൃത്തിയിൽ. പിന്നെ ഡ്രസ്സിങ്ങും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതെ, ഡ്രസ്സിങ് അവിടെ ഉണ്ട്. കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇതാണ് അതിൻ്റെ ഡ്രസ്സിങ് വരുന്നത്. ഇതൊരു വലിയ ഡ്രസ്സിങ്. ഇതൊക്കെ നമ്മളെ കട്ടിലുകളാണ്, ബെഡ്റൂം സെറ്റിൻ്റെ കട്ടിലുകളാണ് ഇത് ഫുള്ളും. നല്ല TV സ്റ്റാൻഡുകൾ, ഡ്രസ്സിങ് ടേബിൾ ഒക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്, ഈ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ട്. അതേസമയം ഇവിടുന്ന് മാർബിൾ ടോപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 കട്ടിലുകളുടെ കുഷൻ ഹെഡ് ബോർഡും ഇവിടെ ഉണ്ട്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡയമണ്ട് കട്ടിലുള്ള ഒരു കുഷൻ. ഒരുപാട് കുഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേസമയം ഐറ്റംസ് എല്ലാം ലോഡായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇക്കൊല്ലത്തെ ബെസ്റ്റ് കളർ. അങ്ങനെ ഉച്ചക്ക് വീട്ടിൽ വന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഫുഡെല്ലാം കഴിച്ച് വീണ്ടും കമ്പനിയിലേക്ക് പോവാം. ഇതിപ്പം വാങ്ങിയെത്തിയ ഇപ്പോൾ കൊറിയർ വന്നൊരു കൂളിംഗ് ഗ്ലാസ്സാണ്. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഗൂഗിൾ പേയിൽ റിവാർഡ് റെഡീം ചെയ്യുമ്പോൾ ഒരു ഇത് കിട്ടി, ഫാസ്റ്റ് ട്രാക്കിൻ്റെ 60% ഓഫ്. അപ്പോൾ വാങ്ങി നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അതിന് കമ്പനിയിലേക്ക് പോവാം.
നാട്ടിലാണെങ്കിൽ നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, ഡ്രിസിലിങ്, നല്ല കിടിലം വൈബാണ്. റോഡിൻ്റെ പണി ഏകദേശം ഈ ഭാഗത്തൊക്കെ തീർന്നു, ബാക്കി അങ്ങോട്ടേക്ക് ഓൺ ഗോയിങ് ആണ് വർക്കൊക്കെ. നല്ല സൂപ്പർ മഴ ആയിട്ടുണ്ട് ഇപ്പം, ഡ്രിസിലിങ് മാറിയിട്ട്. അതേ ഒരു ആന വണ്ടി പോന്നു, വൻ മൂടായി. ഓ പൊളി. ഇതാണ് പാലത്തറ നാഷണൽ ഹൈവേ വർക്ക് നടക്കുന്നത്. കുറേ പ്രാവശ്യം കാണിച്ചെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിട്ടിട്ട് ഒരു സാധനം കാണുന്നില്ല മഴയത്ത്. പാടെ അയച്ചു വെച്ച് ഇനി കമ്പനിയിലേക്ക് പോവാം. ഐ ആം ബാക്ക് ഇൻ ഫാക്ടറി. ഇനി കറണ്ട് വന്നുകൊണ്ട് ലൈറ്റെല്ലാം ഇട്ട് ഒരു വീഡിയോ എടുക്കാം. ഫുൾ ലൈറ്റ്സ് ഓൺ ആക്കി ഇനി ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുക്കണം, റീൽ ഇൻസ്റ്റഗ്രാമിലിടാൻ. അപ്പോൾ ആ വീഡിയോ എടുത്തതിന് ശേഷം കാണാം. വേർത്തൊരു പണ്ടാരായി. ഇതിലുള്ള AC ആരംഭമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കറണ്ടും പോയി. അതിലായിട്ട് കണക്ഷൻ എടുത്ത് വീഡിയോ എടുക്കാൻ വന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോയി. ഏതായാലും നാളെ വരാം. കൈയൊന്ന് സുഖമായിരുന്നെങ്കിൽ പെട്ടെന്നെല്ലാം എടുത്തു വെക്കായിരുന്നു.